ഡൽഹിയിൽ കർഷകരുടെ പാർലമെന്റ് മാർച്ച് തുടങ്ങിയിരിക്കുകയാണ്. നോയിഡയിൽ നിന്നാണ് കർഷകരുടെ മാർച്ച് ആരംഭിക്കുന്നത്. മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ ത്രിതല സുരക്ഷയൊരുക്കി ഡൽഹി പോലീസ്. ഡൽഹി UP അതിർത്തിയിൽ സുരക്ഷയ്ക്കായി 5000 പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. കാൽനടയായും ട്രാക്ടറിലുമായും കർഷകർ മാർച്ചിൽ അണിനിരക്കും. കർഷകരുടെ സമരം ജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കരുതെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അർജുൻ, പലപ്പോഴും ഈ കർഷകരുടെ പ്രതിഷേധത്തിന്, അവരുടെ സമരത്തിന് ആവശ്യങ്ങളുമായിട്ടുള്ള അവരുടെ നീക്കത്തിന് മാധ്യമങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും അവരവരുടെ ആവശ്യവുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. ശംഭുവിലും ഖനൗരിയിലും ഒക്കെ ആയിട്ട് 294 ദിവസമായി ഈ സമരം ഇങ്ങനെ തുടരുകയാണ്. മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാർച്ച് ഇങ്ങോട്ടേക്ക് എത്തി. അക്ഷയ, നിലവിൽ ഈ നോയിഡ ഡൽഹി അതിർത്തിയിലുള്ള ഗൗതം ബുദ്ധ നഗറിൽ ഈ ദളിത് പ്രേരണാ സ്ഥൽ എന്ന് പറയുന്ന മേഖലയിൽ ഈ കർഷകർ, പ്രതിഷേധക്കാർ എല്ലാം തന്നെ സംഘടിച്ച് അവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നോയിഡ, ഗ്രേറ്റർ നോയിഡ ഡൽഹി എക്സ്പ്രസ് വേയിൽ വലിയ രീതിയിൽ തന്നെ ഈ ബാരിക്കേഡുകളും അതുപോലെ തന്നെ കണ്ടെയ്നറുകളും എല്ലാം റോഡിന് കുറുക്കിയിട്ടുകൊണ്ട് പോലീസ് ഒരു തരത്തിലും കർഷകരെ ഡൽഹിയിൽ അതിർത്തി കടന്നു പോകാൻ അനുവദിക്കാതെ ഇരിക്കുകയാണ്. അതിനിടയിൽ തന്നെ ബാരിക്കേഡെല്ലാം തന്നെ മറിച്ചെടുത്തൊരു കയ്യാകളിൽ ചെറിയൊരു സംഘർഷാവസ്ഥ പോലീസും കർഷകർക്കും ഇടയിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഡൽഹിയിലേക്കുള്ള മാർച്ച് അത് പോലീസിനെ കൊണ്ട് തടയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈ മാർച്ച് തുടരും ഡൽഹിയിൽ എത്തുന്നവരെ എന്നുള്ള കാര്യമാണ് കർഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഡൽഹിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഗൗതം ബുദ്ധ നഗറിൽ ഈ ദളിത് പ്രേരണാ സ്ഥൽ എന്ന് പറയുന്ന ഒരു പ്രതിഷേധ ഇടമാണ്. അവിടെ സംഘടിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഉത്തർപ്രദേശിൽ നിന്നുള്ള കർഷകരാണ്. 20 ജില്ലകളുണ്ട്. ആഗ്ര, ബുലന്ദ്ഷഹർ, ഈ നോയിഡ, ഗൗതം ബുദ്ധ നഗർ ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു 20 ജില്ലകളിൽ നിന്നുള്ള കർഷകരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പഴയ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ അതിൽ ലഭിക്കുന്ന നഷ്ടപരിഹാരം 10% വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ഈ ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളിലടക്കം, ഈ ഏറ്റെടുക്കുന്നത് എന്ന് പറയുന്നത് നോയിഡയും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലും വികസന പദ്ധതികൾക്കായി കർഷക ഇടങ്ങളടക്കം സർക്കാർ ഏറ്റെടുക്കുന്നതാണ്. അതിൽ 10% സ്ഥലം അവർക്ക് തിരിച്ചു നൽകണം. ഈ ജോലിക്കും അതുപോലെ തന്നെ അവർക്കൊരു പാർപ്പിടം എല്ലാം തന്നെ സജ്ജീകരിക്കാനുമായിട്ട് എല്ലാമായിട്ട് അവർക്ക് തിരിച്ചു നൽകണം എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ 2014 ശേഷം ഏറ്റെടുത്ത ഭൂമിയിൽ 20% സ്ഥലം അവർക്ക് തിരിച്ചു നൽകുന്ന കാര്യം. ഒപ്പം ഈ സ്ഥലം നഷ്ടപ്പെട്ട, ജോലി നഷ്ടപ്പെട്ട കർഷകർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ട ചിലവ് സർക്കാർ വഹിക്കണം, അവരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം സർക്കാർ വഹിക്കണം എന്നുള്ള കാര്യങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക്, ഈ ശീതകാല സമ്മേളനം നടക്കുന്നതിനിടയിലാണ് പാർലമെന്റിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് എന്ന നിലയിൽ ഇവർ സംഘടിപ്പിക്കാൻ ഒരുങ്ങിയത്. പക്ഷെ അത് ഡൽഹിയിൽ എത്തിയതിനു മുമ്പ് തന്നെ ഉത്തർപ്രദേശ് പോലീസ് തടഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ശംഭുവിൽ കുറെ നാളുകളായിട്ട് തന്നെ, മാസങ്ങളായി പ്രതിഷേധിക്കുന്ന കർഷകരുണ്ട്. അവരും അടുത്ത വെള്ളിയാഴ്ച മുതൽ വീണ്ടും ഈ ഡൽഹി ചലോ മാർച്ച് പുനരാരംഭിക്കുന്നു എന്നുള്ള കാര്യം ഇന്ന് രാവിലെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ 6-ാം തീയതി മാർച്ച് പുനരാരംഭിക്കാൻ പോവുകയാണ്. അർജുൻ സൂചിപ്പിച്ച പോലെ തന്നെ എന്തായാലും മാർച്ച് തടഞ്ഞിരിക്കുന്നു. ശീതകാല സമ്മേളനം നടക്കുന്നതിനിടയിലാണ് പാർലമെന്റിലേക്ക് മാർച്ച് വരെ നിശ്ചയിച്ചിരുന്ന കർഷക മാർച്ച്. അതിപ്പോൾ ഡൽഹി പോലീസ് തടഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് ലഭ്യമാകുന്നത്.